ആലപ്പുഴക്കാരിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും കരുതിയില്ലട്ടാ. ഞങ്ങൾ ഈ പോകുന്നത് ആലപ്പുഴയിലെ തലവടിയിലുള്ള കാട്ടുങ്കൽ കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് ട്ടാ. ഇവിടുത്തെ ഭഗവതിക്ക് വേണ്ടി ഒരു തിടമ്പ് വേണോന്ന് പറഞ്ഞ് പ്രവാസിയായ പ്രജീഷേനാണ് ഞങ്ങളെ വിളിച്ചത്. ഈ ഒരു അമ്പലത്തിലെത്തിയപ്പോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു ട്ടാ. ഈ അമ്പലത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 3 ദേവിമാരാണ്, ത്രിപുര സുന്ദരിമാരാണ് ട്ടാ ഇവിടെ ഉള്ളത്. ഇനിയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ അരങ്ങേറിയത്. അമ്പലത്തിലേക്ക് തിടമ്പ് കൊടുക്കാൻ വന്ന ഞങ്ങളാ അമ്പലത്തിലേക്ക് കയറ്റിയില്ല, വഴിയിൽ തന്നെ നിന്നോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിനൊരു വിഷമമായിട്ടാ. പിന്നീടാണ് അതെന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലായത്. അവരുടെ ഭഗവതി എഴുന്നള്ളിക്കാനുള്ള തിടമ്പുണ്ടാക്കി എന്നെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാൻ വേണ്ടിയാണ്ടാ അവരെന്നെ അവിടെ നിർത്തിയത്. അമ്പലങ്ങളിൽ തിടമ്പുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം എന്റെ ജീവിതത്തില് ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങൾ എന്നെ തേടി വന്നിട്ട. ആ ഒരു സമയത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിരുന്നിട്ട. പൂത്താലത്തോടു കൂടിയാണ് ട്ടാ അവരാ തിടമ്പിനെ സ്വീകരിച്ചത്. എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആലപ്പുഴക്കാരിൽ നിന്ന് ഇതുപോലെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന്. തിടമ്പ് കൊണ്ടുപോയി ഞാൻ അങ്ങനെ ശാന്തടായി കൊടുത്തട്ടാ. ശാന്തി ആ തിടമ്പ് അപ്പോൾ തന്നെ സമർപ്പിച്ചതിന് ശേഷം അതിന്റെ മുമ്പിൽ ഭഗവതിനെ എടുത്തു വെച്ചപ്പാ എന്തെന്നില്ലാത്ത സന്തോഷം ഇരുന്നിട്ടാ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അമ്പലമൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്. വലിയ അമ്പലമൊന്നും അല്ലെങ്കിലും കാണാൻ നല്ല ഐശ്വര്യമുള്ള ഒരു അമ്പലം ഇരുന്നിട്ടാ. ഒരു പോസിറ്റീവ് വൈബ് തന്നെയായിരുന്നു ഈ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോ എനിക്കുണ്ടായിരുന്നത്. അമ്പലമൊക്കെ ചുറ്റിക്കണ്ടു വന്നപ്പോഴത്തേക്കും അവര് നമ്മളെ ചായ കുടിക്കാനായിട്ട് കൊണ്ടുപോയിട്ടാ. അവര് നമുക്ക് വേണ്ടി ആഹാരം വരെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് ആലപ്പുഴക്ക് പോയപ്പോഴത്തേക്കും ആലപ്പുഴയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതൊരു വേറെ ടേസ്റ്റ് തന്നെ ഇരുന്നിട്ടാ. ഈ അമ്മമാരാണ് ട്ടാ ഞങ്ങക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നത്. ഈ അമ്മമാരുടെ സ്നേഹം ആ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നിട്ടാ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവര് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പൊ ഒരിക്കൽ കൂടി ഇത്രയും സ്നേഹം തന്ന ആലപ്പുഴക്കാരോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പോരേട്ടാ. അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.